സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കോമ്പറ്റീറ്റീവ് എക്സാംസ് എഴുതുന്ന കുട്ടികളുടെ ശ്രദ്ധയ്ക്ക് നമുക്ക് കളർ വിഷൻ സാധ്യമാകുന്നത് എങ്ങനെ എന്ന ചോദ്യം സാധാരണ ഈ കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ ചോദിക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട്. ഒന്ന്, 3 തരത്തിലുള്ള കോൺ സെല്ലുകളാണ് നമ്മുടെ റെറ്റിനയിലുള്ളത്. ഇതാണ് നമ്മുടെ കളർ വിഷൻ സാധ്യമാകുന്നത്. അതിൽ എസ് കോൺസ് എന്ന് പറയുന്നത് ഏറ്റവും വേവ് ലെങ്ത് കുറഞ്ഞ ബ്ലൂവിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ എം കോൺസ് എന്ന് പറയുന്ന മീഡിയം വേവ് ലെങ്തിലുള്ളതിന്, അതായത് ഗ്രീൻ ലൈറ്റ് വരെ ഉള്ളതിനെയാണ് മീഡിയം വേവ് ലെങ്തുള്ള ലൈറ്റുകളെന്ന് പറയുന്നത്. അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള സെൽസാണ് എം കോൺ സെൽസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എൽ കോൺ സെൽസ് ഉണ്ട്. എൽ കോൺ എന്ന് പറഞ്ഞാൽ ലോങ് വേവിനെ, അതായത് റെഡ് ലൈറ്റ് പോലെയുള്ള വളരെ ഉയർന്ന വേവ് ലെങ്തുള്ള ലൈറ്റുകളെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ കേപ്പബിലിറ്റിയുള്ള കോൺ സെൽസാണ്. അതെല്ലാം റെറ്റിനയിലുള്ള കോൺ സെല്ലുകളാണ്. ഇവയിൽ വന്ന് ഓരോ തരത്തിലുള്ള വേവ് ലെങ്തിലുള്ള ലൈറ്റുകൾ വീഴുന്നതനുസരിച്ച് അത് സ്റ്റിമുലേറ്റ് ചെയ്തിട്ടാണ് കളർ വിഷൻ സാധ്യമാകുന്നത്. ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഈ യെല്ലോ ലൈറ്റ് ആണ് നമ്മൾ കാണുന്നതെങ്കിൽ അവിടെ റെഡ് ആൻഡ് ഗ്രീൻ ഇത് രണ്ടും കൂടെ മിക്സാണ് വരുന്നത്. അതായത് എം കോൺസെൽസും എൽ കോൺസെൽസും ഒരേപോലെ സ്റ്റിമുലേഷൻ നടന്നിട്ടാണ് അവിടെ നമുക്ക് യെല്ലോ എന്ന് പറയുന്ന കളറ് സാധ്യമാകുന്നത്. അതുപോലെ നമ്മൾ വൈറ്റ് ആണ് കാണുന്നതെങ്കിൽ അവിടെ ഈ എസ് കോണും അതുപോലെ എം കോൺസെൽസും എൽ കോൺസെൽസും മൂന്നും ഒരുപോലെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടാണ് വൈറ്റ് ഉണ്ടാകുന്നത്. അതായത് റെഡും ഗ്രീനും ബ്ലൂവും ഒന്നിച്ച് ചേർന്നിട്ടാണ് നമുക്ക് ഈ വൈറ്റ് ഇതിനെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഓരോരോ നിറങ്ങളും അതിലെ ഈ സെല്ലുകളിൽ വന്ന് വീഴുന്ന ലൈറ്റിൻ്റെ പ്രപ്പോർഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ലൈറ്റിൻ്റെ വേവ് ലെങ്തിനനുസരിച്ച് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുകയും അതിൻ്റെ നിറങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിൻറ്റ്. പിന്നെ ഈ ഗ്രീൻ ആൻഡ് റെഡ് ഇതിൻ്റെ രണ്ടിൻ്റെയും പിഗ്മെൻറ്റ്സ് ഉണ്ടാക്കുന്നത് എക്സ് ക്രോമസോമുകളിലാണ് നമ്മൾ. അപ്പോൾ എക്സ് ക്രോമസോമാണ് ഗ്രീനിൻ്റെയും റെഡിൻ്റെയും പിഗ്മെൻറ്റുകളെ കോൺസെല്ലിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ ക്രോമസോം 7 ആണ് ബ്ലൂ കളറിൻ്റെ പിഗ്മെൻറ്റുകളെ നമ്മുടെ കോൺസെൽസിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ പോയിൻ്റ് നമ്മൾ ഓർത്തിരിക്കുന്നത് സാധാരണ ചോദിക്കുന്നതാണ്. അതുപോലെ ഈ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. അത് സാധാരണ പരമ്പരാഗതമായിട്ട് വരുന്നതാണ്. എന്നാലും അത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആണുങ്ങളിലാണ്. ഏറ്റവും കൂടുതൽ മെന്നാണ് ഈ കളർ ബ്ലൈൻഡ്നെസ് വരുന്നത്. അത് മിക്കവാറും പരമ്പരാഗതമായിട്ട് മാത്രമായിട്ട് വരുന്ന രോഗമാണ്. ഇത്രയും പോയിൻറ്റുകൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. അത് നിങ്ങളുടെ കോമ്പറ്റീറ്റീവ് എക്സാംസിന് ആൻസർ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും.